മെയിൻ ബസ് റൂട്ടാണ് ഈ കാണുന്നത്. ഞാൻ നേരെ കാണുന്നത് കോപ്പറേറ്റീവ് ബാങ്ക് കണ്ട. അവിടെ നിന്നൊരു 100-150 മീറ്ററോളം ഇങ്ങോട്ട് പോരുമ്പോഴാണ് ഈ കാണുന്ന വെറും 1 വർഷം മാത്രം പഴക്കമുള്ള ഓസ്ട്രേലിയയിൽ സെറ്റിലായ ഫാമിലിയുടെ ഫുൾ ഫർണിച്ചറടക്കം 4 BHK വീട് വിൽക്കാനുള്ളത്. പിന്നൊരു ചെറിയ സർവൻറ്റ് റൂമും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ നല്ലൊരു വീടിന് നല്ലൊരു ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം കേരളത്തിൽ എവിടെയെങ്കിലും നിങ്ങളൊരു വീട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഇത് കണ്ട അത്യാവശ്യം നല്ല ഭംഗിയിൽ പൂന്തോട്ടവും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാറ്റം വരുത്തട്ടോ. ഈ വീടിൻ്റെ പുറകിലൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ 26 സെൻറ്റ് സ്ഥലമാണ് മൊത്തത്തിൽ വരുന്നത്. ഇവിടെയൊക്കെ ഉണ്ടായി എന്താ ഒരു ഭംഗിയിലാണ് അറേഞ്ച് ചെയ്തേക്കണമെന്ന് നോക്കി. കാരണം ഞാൻ പറഞ്ഞില്ലേ അവരുടെ ഒരു ആഗ്രഹത്തിൻ്റെ ഇതിൽ അത്രയും സൗകര്യങ്ങളൊക്കെ കൊടുത്ത് പണിതാണ്. ഒരിക്കലും വിൽക്കേണ്ടി വരുമെന്ന് ഇവർ വിചാരിച്ചില്ല. കാരണം ഇവർ അവിടെ സെറ്റിലാണ്. അപ്പോൾ പിന്നെ ഇവിടെ ഒരു വീടിൻ്റെ ആവശ്യമില്ല എന്നുള്ളൊരിതിലാണ് ഇവരിത് കൊടുക്കണത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവർ അപ്പനും അമ്മയും മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ അവർക്ക് രണ്ടുപേരും കൂടി ഇത്രയും വലിയ വീടും പറമ്പൊന്നും നോക്കാൻ പറ്റില്ല. അത് കാരണം കൊണ്ട് മാത്രമാണ് ഇത് കൊടുക്കണം. ഇവിടെ അത്യാവശ്യം ചെടി കാര്യങ്ങളൊക്കെ നട്ടുന്നത്. ഇവിടെ ഒരു ഔട്ട് ഹൗസ് എടുക്കാൻ വേണ്ടിയാണ് അത് തറ കെട്ടിയിട്ടേക്കണം. ഇവർ കൊടുക്കാനുള്ളൊരു ഇത് കൊണ്ടാണ് ഇപ്പോൾ ചെയ്യാത്ത. കാരണം ബാക്കിലൊരു സർവൻറ്റിന് താമസിക്കാനുള്ള രീതിക്ക് വലിയ ഡ്രൈവർമാർക്ക് അങ്ങനെയൊക്കെ താമസിക്കാനുള്ള രീതിക്ക് ബാക്കിൽ ഒരു ഔട്ട് ഹൗസ് പോലെ റെഡിയാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. പിന്നെ തീ കത്തിക്കാനുള്ള ഒരു അടപ്പും കാര്യങ്ങളൊക്കെ. ഈ വീടിന് 2 ആക്സസ് സെൻ്ററാണ്. ഇപ്പോൾ ഈ ഒരു ഗേറ്റ് കണ്ടില്ലേ, ഇതിൽ കൂടി നമ്മൾ ഫ്രണ്ടിൽ കൂടിയും വരാം. 2 സൈഡും റോഡാണ്. ഇവിടെ തന്നെ നമുക്കൊരു 2 വലിയ വണ്ടി പാർക്ക് ചെയ്യാനുള്ള പോർച്ചുണ്ട്. അങ്ങനെ പറമ്പിൽ നടാൻ വേണ്ടി കുരുമുളകൊക്കെ തൈ എല്ലാം നട്ട് വെച്ചേക്കണേണ്. ഇനി ഇതൊക്കെ പറമ്പിൽ നട്ട് വളർത്താൻ വേണ്ടിയുള്ളതാണ്. എന്താ ഒരു ഭംഗി നോക്കി. ഇഷ്ടം പോലെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സിറ്റ് ഔട്ടൊക്കെ കണ്ടോ, മൊത്തം ഗ്രാനൈറ്റാണ്. അത് തേക്ക് കാര്യങ്ങളൊക്കെയാണ് തടി ഉപയോഗിച്ചേക്കണം. നിങ്ങളിത് അകത്തോട്ട് കയറി കാണുമ്പോൾ മനസ്സിലാവും. ഫുൾ ഫർണിച്ചർ അടക്കമുണ്ട് ഈ വീടിൻ്റെ വിൽപ്പന. കാരണം ഇവർക്ക് പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ വരുന്നത്. എന്താ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ലിവിങ് സ്പേസ്. നിങ്ങളകത്തോട്ട് കയറി കണ്ടോ ഈ വീടിൻ്റെ സൗകര്യങ്ങൾ മനസ്സിലായി. ഇതാണ് അതിൻ്റെ TV ഏരിയ. TV കാണാനുള്ളൊരു സ്പേസാണ് ഇവിടെ കൊടുത്തേക്കണം. TV കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അതാണ് നിങ്ങൾ ഈ വീട്ടിലോട്ട് വരികയാണെങ്കിൽ ഒന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല, എല്ലാം ഇവിടെ തന്നെ ഉണ്ടെന്നുള്ളതാണ്. സ്റ്റെയർ കേസിൻ്റെ അടിയിലൊക്കെ നല്ലൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവിടെ തന്നെ ഒരു കോമൺ ബാത്റൂം ഉണ്ട്. ഞാൻ ആ ബാക്കിൽ കാണിച്ചെന്നില്ലേ, ഇത് ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് പുറത്തോട്ടിറങ്ങുന്ന ഏരിയ ആണത്. ഇത് വാഷ് കൗണ്ടർ ഏരിയ. നല്ലൊരു വാഷ് കൗണ്ടർ ഏരിയ. നേരെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു ചെറിയ സർവൻറ്റ് റൂം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് റൈറ്റ് സൈഡിലാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ കിച്ചൺ നിങ്ങൾ നോക്കിക്കോട്ടാ. കണ്ടോ എങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കണം നോക്കി. നല്ല സ്റ്റോറേജ് സ്പേസ് കണ്ടോ. ഫ്രിഡ്ജും എല്ലാം വെക്കാൻ വേണ്ടി ഒരു ഏരിയ കറക്റ്റ് ചെയ്തേക്കണാണ്. ഇനി സെക്കൻഡ് കിച്ചൺ ഉണ്ടോ. ഇതാണ് സെക്കൻഡ് കിച്ചൺ വരുന്നത്. ഇവിടെയും വലിയൊരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളെല്ലാനും കൊടുത്തിട്ടുണ്ട്. ഒന്നിനും ഒരു കുറവും വരുത്തിയിട്ടില്ല. ഓവൻ വെക്കാനുള്ള സ്പേസ് വരെ അറേഞ്ച് ചെയ്തേക്കണുണ്ട്. അങ്ങനെയാണ് ഈ വീട് സെറ്റ് ചെയ്തേക്കണം. ഇവിടെയാണ് സർവൻറ്റ് റൂം എന്ന് പറഞ്ഞില്ലേ. ഇവിടെ ഓൾറെഡി ഒരു സർവൻ്റ് ഉണ്ട്. അപ്പോൾ അവരുടെ റൂമാണത്. താഴത്തെ ഫ്ലോറിൽ 6 റൂമടക്കം 3 റൂമുണ്ട്. ഇതാണ് മെയിൻ റൂം കേട്ടോ.
മെയിൻ 2 റൂം, പിന്നെ സർവൻറ്റിൻ്റെ ചെറിയ റൂമാണ്. എല്ലാത്തിലും AC കാര്യങ്ങൾ ഉണ്ട്. ഫുൾ സൈസ് കബോർഡ്, ഡ്രസ്സിങ് ടേബിള്, എല്ലാവിധ സൗകര്യമുണ്ട്. ബാത്റൂമിലെ ക്ലോസറ്റൊക്കെ വാൾ മൗണ്ടനുണ്ട്. അതുകൊണ്ട് അടിയും കാര്യങ്ങളൊക്കെ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. പിന്നെ ക്ലോസറ്റ് നിലത്ത് മുട്ടിയിരിക്കണമെങ്കിൽ അവിടെ അഴുക്ക് പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതാണ് ഞാൻ പറഞ്ഞ പുറത്തോട്ടിറങ്ങണ ഒരു ഏരിയ ഹാളിൽ നിന്ന് എന്താ. വീട് നല്ല വെല്ലായിട്ട് അറേഞ്ച് ചെയ്തേക്കണ വീടാണ്. ഈ വീടിൻ്റെ ലൊക്കേഷൻ തന്നെ നെടുമ്പാശ്ശേരി എയർപോർട്ട് അത്താണി ജംഗ്ഷനിൽ നിന്ന് അങ്കമാലിക്ക് പോണ വഴി മേക്കാടാണ് കേട്ടോ. പ്രൈവറ്റ് ബസ് കട്ട് ചെയ്ത് കയറി പോകില്ല, ആ റൂട്ടിലാണ് മേക്കാട്. അത്താണി മേക്കാടാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ തന്നെ. എയർപോർട്ടിലോട്ടൊക്കെ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 5 കിലോമീറ്ററൊക്കെ ഉണ്ടാവുള്ളതുകൊണ്ട് 5-6 കിലോമീറ്റർ ഉണ്ടാവും എയർപോർട്ടിലോട്ടൊക്കെ. അപ്പോൾ എയർപോർട്ടിൻ്റെ അടുത്തായിട്ടാണ് ഈ വീട് വരുന്നത്. ഇതാണ് 2ാമത്തെ ബെഡ്റൂം. അതിനും കബോർഡ് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. അതിൻ്റെ ബാത്റൂം. എയർപോർട്ടിനടുത്ത് നിങ്ങൾക്ക് ഒരു 10-26 സെൻറ്റും ഒരു 3000 സ്ക്വയർ ഫീറ്റാണ് ഈ വീട് വരുന്നത്. 3000 സ്ക്വയർ ഫീറ്റ് 26 സെൻറ്റും സർവൻറ്റ് റൂം അടക്കം 5 ബെഡ്റൂം, 1 വർഷം പഴക്കം. ഈ വീട് പിന്നെ അവർ ചോദിക്കണ വില 3,60,00,000 രൂപയാണ്. പക്ഷേ അത് നെഗോഷ്യബിളാണ് കേട്ടോ. അത് നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഈ വീടിന് തന്നെ നല്ലൊരു പൈസ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ 26 സെൻറ്റ് സ്ഥലവും ഉണ്ട്. ഇതാണ് മുകളിലത്തെ ഹാള്. ഇത് മുകളിലത്തെ ഫസ്റ്റ് ബെഡ്റൂം. എന്താ എല്ലാവരും നല്ല രീതിക്ക് അറേഞ്ച് ചെയ്യാറുണ്ട്. അതിൻ്റെ ബാത്റൂം. അപ്പോൾ എയർപോർട്ടിനടുത്ത് നല്ലൊരു ലക്ഷറി ലുക്ക് വീട് വേണമെന്ന് താല്പര്യമുള്ളവർക്ക് ഈ വീട് വാങ്ങിക്കാം. ഇനി നമുക്ക് അടുത്ത റൂം കാണണ്ടേ. അതാണ് മുകളിലത്തെ നിലയിലെ 2ാമത്തെ ബെഡ്റൂം. അപ്പോൾ നമ്മൾ 4 ബെഡ്റൂമും കണ്ട് ഇതിറക്കാം. ഉണ്ട് ഇതിനകത്തുണ്ട് എല്ലാ കബോർഡിൻ്റെ വലിപ്പം നോക്കി, എല്ലാം ഭിത്തി ഫുള്ളാണ്. ഉണ്ട് അതിനും ഡ്രസ്സിങ് ടേബിൾ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് അതിൻ്റെ ബാത്റൂം. എന്താ ബാത്റൂമിൻ്റെ ടൈലൊക്കെ കംപ്ലീറ്റ് സീലിംഗ് ഹൈറ്റാണ് ഒട്ടിച്ചേക്കണം. അതെല്ലാവരും കൂടിയ ടൈലാണ് മേടിച്ചത്, എല്ലാം ബ്രാൻഡഡ്. ഒരെണ്ണവും ലോക്കലില്ലെന്നുള്ളതാണ്. ഇത് ബാൽക്കണിയാണ് മുകളിലത്തെ. ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ ആ ഫ്രണ്ടിലത്തെ ലുക്ക് മനസ്സിലാവണ്ട. തൊട്ടടുത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉള്ളതിൽ നല്ല ബെറ്റർ വീടാണിത്. ഇനി ഇതിൻ്റെ ബാക്കിൽ കുറച്ച് ഏരിയ ഉണ്ട് കേട്ടോ. നമുക്ക് വീട്ടിലെന്തെങ്കിലും ഒരു ഫങ്ഷനൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നടത്താൻ പറ്റും. അത്ര ഏരിയ ബാക്കിലുണ്ട്. എന്താ ബാക്കിൽ വലിയൊരു ഏരിയ ഉണ്ട്. എന്താ ഇതും കംപ്ലീറ്റ് ഡ്രസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എങ്ങനെയുണ്ട്. എന്താ ഒരു ലെങ്ത്ത് നോക്കി. ചെറിയൊരു ഫങ്ഷനൊക്കെ വരണമെങ്കിൽ വീടിൻ്റെ ബാക്കിൽ വെച്ച് തന്നെ നമുക്ക് നടത്താൻ പറ്റും. അത്രയും ഏരിയ ഉണ്ട്. ഇവിടെയാണ് വാഷിംഗ് മെഷീനും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തേക്കണേ. ഇവിടെയാണ് തുണി അലക്കാനും ഉണക്കാനൊക്കെ ഉള്ളത്. അപ്പോൾ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളൊരു ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഈ വീടിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളും ലൊക്കേഷനും എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞ്. ഇനി ആരും ഡീറ്റെയിൽ പറഞ്ഞിട്ടില്ല എന്ന് പറയരുത് കേട്ടോ. കാരണം ഈ വീടിനെക്കുറിച്ചുള്ള A to Z കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോ തന്നെ പറഞ്ഞു കഴിഞ്ഞു.